തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് ആവേശകരമായ കുട്ടിക്കലാശം. 3 മുന്നണികളുടെയും കുട്ടിക്കലാശത്തിൽ പ്രവർത്തകർ ആർപ്പുവിളികളോടെ അണിനിരന്നു. ബുധനാഴ്ച നിശബ്ദ പ്രചരണമാണ്. വ്യാഴാഴ്ച സമിതിദായകർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലും ആവേശം വിതറിയ കൊട്ടിക്കലാശമാണ് നടന്നത്. LDF, UDF, NDA മുന്നണികളുടെ കൊട്ടിക്കലാശം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്നു. LDFന്റെ കൊട്ടിക്കലാശം തെക്കേ ബസാറിൽ നിന്ന് തുടങ്ങി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ, KP സഹദേവൻ തുടങ്ങി നിരവധി നേതാക്കൾ കൊട്ടിക്കലാശത്തിൽ അണിനിരന്നു. കണ്ണൂർ കോർപ്പറേഷൻ അടക്കം പിടിച്ച് ഇത്തവണ വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് LDFന്റെ പ്രഖ്യാപനം. UDFന്റെ കൊട്ടിക്കലാശം താണിയും സിറ്റിയും കേന്ദ്രീകരിച്ചായിരുന്നു. കോൺഗ്രസ്, ലീഗ് പ്രവർത്തകർ ആവേശത്തോടെ കൊട്ടിക്കലാശത്തിൽ അണിചേർന്നു. പള്ളിക്കുന്ന് മേഖലയിലും UDFന്റെ കൊട്ടിക്കലാശം നടന്നു. K സുധാകരൻ MP, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. പള്ളിക്കുന്ന് മേഖലയിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരുമെന്ന് കൊട്ടിക്കലാശത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. നമ്മൾ ഒരു കാര്യം ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പള്ളിക്കുന്ന് സോണലിലെ മുഴുവൻ സീറ്റുകളും ഉറപ്പാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയാണ് ഇവിടെ സമാപിക്കാൻ വേണ്ടി പോകുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ അവിടെയും ഇവിടെയും ഒക്കെ ചില തോപ്പാനകൾ, ചില തുരുപ്പന്മാർ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അവർക്കൊന്നും ഇവിടെ ഒരു രക്ഷയുമില്ല. കോൺഗ്രസിൽ നിന്ന് NDA കൊട്ടിക്കലാശം ബാങ്ക് റോഡ് കേന്ദ്രീകരിച്ചാണ് നടന്നത്. BJPയും ശക്തമായ പ്രചരണ പ്രവർത്തനമാണ് കോർപ്പറേഷനിൽ നടത്തിയത്. 6 സീറ്റുകൾ വരെ നേടുമെന്നാണ് BJPയുടെ പ്രഖ്യാപനം. SDPയുടെ കൊട്ടിക്കലാശവും നഗരത്തിൽ നടന്നു. കോർപ്പറേഷനിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നാണ് SDPയുടെ പ്രഖ്യാപനം. കസാനക്കോട്ട ഉൾപ്പെടെയുള്ള ഡിവിഷനുകൾ ഇത്തവണ പിടിച്ചെടുക്കുമെന്നും SDPI നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ജില്ലയിലെങ്ങും ആവേശകരമായ കൊട്ടിക്കലാശമാണ് നടന്നത്. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതെയാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം കണ്ണൂർ ജില്ലയിൽ അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.